തിരുവിഷ്ട മിനിസ്ട്രീസ് ഡെയിലി ബിഡിലേക്ക് സ്വാഗതം. 2020 നവംബർ 1 സാർവത്രിക സഭ വിശുദ്ധ ബലി മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. വെളിപാടിന്റെ പുസ്തകം 7-ാം അധ്യായം 2 മുതൽ 4 വരെയും 9 മുതൽ 14 വരെയും, സങ്കീർത്തനങ്ങൾ 23 1 മുതൽ 6 വരെയും, യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 3 വരെയും, മത്തായി സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെയും തിരുവചനങ്ങൾ. വിശുദ്ധേറ്റവും പ്രിയപ്പെട്ടവരെ, കൃപയും സമാധാനം നമ്മോടുകൂടെ. സകല വിശുദ്ധരുടെയും തിരുനാളാണെന്ന് വിജയസഭയിലെ മുഴുവൻ അംഗങ്ങളെയും നാം ഓർക്കുന്നു. സാധാരണഗതിയിൽ കുറച്ചുകൂടി വിശാലമായി ചിന്തിച്ചാൽ നാം ഓരോരുത്തരും വിശുദ്ധരാണ്. ആ നിലയ്ക്ക് നമ്മുടെ എല്ലാം തിരുനാളാണെന്ന് പറയാം. നമ്മുടെ സ്വർഗീയ മധ്യസ്ഥരുടെ തിരുനാളാണെന്ന് പറയാം. വ്യക്തിപരമായി വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ഈ തിരുനാൾ. അതുകൊണ്ട് പരസ്പരം ഈ തിരുനാൾ ആശംസിക്കേണ്ടതുണ്ട്, ആഘോഷിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് തിരുനാൾ ആഘോഷിക്കുക? ക്രിസ്തു വിശുദ്ധരെക്കുറിച്ച് പറയുന്ന പാഠഭാഗങ്ങളാണ് സുവിശേഷത്തിലെന്ന്. എന്തായിരിക്കണം ഒരാളെന്നതിനെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാരുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ടാണ് യേശു പറയുക, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ആത്മാവിൽ ദരിദ്രരാണ് നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് യേശു പറയും. സാമാന്യഗതിയിൽ ദാരിദ്ര്യമെന്നത് ലോകത്തിന് പ്രിയങ്കരമായ കാര്യമല്ല. ദരിദ്രരായിരിക്കുന്നത് സുഖമുള്ള കാര്യമല്ല. എന്നാൽ ദാരിദ്ര്യമെന്നതിനെ നാം തിരിച്ചറിയേണ്ടത് മറ്റൊരു തരത്തിലാണ്. ഉടമാവകാശമില്ലാതെ പോകുന്നതിൻ്റെ പേരാണ് ദാരിദ്ര്യം. അത് പദാർത്ഥ സംബന്ധിയാണെങ്കിലും ആത്മാവിലാണെങ്കിലും. ഈ ലോകത്തെ വസ്തുക്കളില്ലാതെയായി പോകുമ്പോൾ, നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളുടെ കനം കുറഞ്ഞു പോകുമ്പോൾ നാം മോശക്കാരായി മാറുന്നു എന്ന് കരുതേണ്ടതില്ല. നാം യഥാർത്ഥത്തിൽ വിശുദ്ധരുടെ പദവിയിലേക്ക് വരികയാണ്, ആത്മാവിൽ ഭാഗ്യവാന്മാരാകുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള വക ഈ ഭൂമി നമുക്ക് നൽകുന്നുണ്ട്. എന്നാൽ അത്യാർത്തിയാണ് നമ്മളെ നയിക്കുക. അതുകൊണ്ട് സമ്പത്ത് കുന്നുകൂട്ടാനുള്ള ശ്രമങ്ങളുടെ എല്ലാം പുറകിലുള്ളത് ഈ ദാരിദ്ര്യത്തിൻ്റെ അരൂപിക്കെതിരായ തിന്മയാണ്. ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാകരുത് എന്ന അർത്ഥത്തിലല്ല. ആ നേട്ടങ്ങൾ എന്തിനു വേണ്ടിയാണ്? അത് സമ്പത്ത് കുന്നുകൂട്ടുന്നതിനായിട്ട് മാറുന്നു. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ഈ കോവിഡ് വന്ന സമയത്ത് അമേരിക്ക എടുത്തൊരു നിലപാട്. അമേരിക്ക പറയാണ്, ഈ സാമ്പത്തിക രംഗത്ത് തകർന്നു പോകും, അതുകൊണ്ട് കോവിഡിനെ പ്രതിരോധിക്കാനായുള്ള പ്രോട്ടോക്കോളൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല. എന്തുകൊണ്ടാണ് വികസിത രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള മാരകമായ രോഗങ്ങളുണ്ടാകുമ്പോൾ അവയ്ക്കെതിരെ മരുന്ന് കണ്ടുപിടിക്കാൻ താല്പര്യം കാണിക്കാത്തത്? അല്ലെങ്കിൽ പണ്ട് സാൽസ് വന്നപ്പോൾ പറഞ്ഞിരുന്നു, നിങ്ങൾ കൂടുതൽ വെന്റിലേറ്ററുകൾ നിർമ്മിക്കണം, ചിലവ് ചുരുങ്ങിയ വെന്റിലേറ്ററുകൾ. ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായം വികസിത രാജ്യങ്ങൾ സ്വീകരിച്ചില്ല. കാരണം ലാഭമില്ലാത്ത പരിപാടി. അപ്പോൾ ലാഭത്തിൽ ദൃഷ്ടി ഊന്നുന്നു, അല്ലെങ്കിൽ സമ്പത്ത് കേന്ദ്രീകൃതമായി ജീവിക്കുന്നു എന്നുള്ളത് വിശുദ്ധിയുടെ എതിരായ ഒരു നിലപാടായിട്ട് നമുക്ക് കാണാൻ പറ്റണം. രണ്ടാമത്തെ ദാരിദ്ര്യം ആത്മാവിലുള്ള ദാരിദ്ര്യമാണ്. എൻ്റെ ഉടമ ഞാനല്ല. നമ്മളിപ്പോൾ ജീവിക്കുന്നത് നാം നമ്മുടെ ഉടമയായിട്ടാണ്. നമ്മളൊക്കെ സെൽഫ് റിപ്പബ്ലിക്കുകളാണ്. ഞാൻ തീരുമാനിക്കും, എൻ്റെ കാര്യം എനിക്കറിയാം എന്ന് പറയാത്തവരായിട്ട് ആരുണ്ട്? യഥാർത്ഥത്തിൽ എന്താണ്? ഞാൻ എൻ്റെ അല്ല, ഞാൻ ദൈവത്തിൻ്റെയാണ്. ഒരു പ്രഥമമായ കാര്യം അതാണ്. ഒരു ദാരിദ്ര്യത്തിൻ്റെ ലക്ഷണം ഞാൻ എൻ്റെ അല്ല, ഞാൻ ദൈവത്തിൻ്റെതാണ്. ഞാൻ ഇനി എന്തിനു വേണ്ടിയാണ്? ഞാൻ എനിക്ക് വേണ്ടിയല്ല, അവരന് വേണ്ടിയാണ്. ഈ രണ്ട് വിധത്തിൽ അവനവനെ ഉപേക്ഷിക്കുന്ന ഒരാളാണ് ദരിദ്രൻ. അങ്ങനെയുള്ള ആളുകളായതുകൊണ്ടാണ് സ്ത്രീയന്മാരുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ക്രിസ്തു പറഞ്ഞത്, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. വിശുദ്ധിയുടെ പദവിയിലേക്ക് വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ട നാം ഓരോരുത്തരും യഥാർത്ഥത്തിൽ പാലിക്കേണ്ട ഒരു വഴിയെക്കുറിച്ചാണ് ക്രിസ്തു ബോധ്യപ്പെടുത്തുക. നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കി അവിടത്തേക്ക് ഇത് പറയാൻ കഴിയണമെങ്കിൽ നമ്മുടെ ജീവിതം ഇപ്രകാരം അവരന് വേണ്ടിയുള്ളതാകണം, ദൈവത്തിൻ്റെതായിട്ട് മാറണം. ഇനി നമുക്ക് കാണാം, പല കാര്യങ്ങൾ പറയുന്നുണ്ട് യേശു. ഭൂമിയിൽ ദുഃഖിക്കുന്നവരും ക്ലേശിക്കുന്നവരും കഷ്ടപ്പെടുന്നവരും ഒക്കെ ഭാഗ്യവാന്മാരായി മാറും. ദൈവം അവരെ സമാശ്വസിപ്പിക്കും, ദൈവം അവരുടെ കൂടെയാണ്. എന്നിട്ട് അവസാനം പറയുകയാണ്, നിങ്ങളെ മറ്റുള്ളവർ പീഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കണം. സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുത്. ഇന്ന് പീഡകൾക്കെതിരെയുള്ള വലിയ വിലാപങ്ങൾ കേൾക്കുന്നൊരു കാലമാണ്. ചെറുതും വലുതുമായ കാര്യങ്ങളെക്കുറിച്ച് വലിയ വിലാപങ്ങളാണ്. ഇപ്പോൾ ഫ്രാൻസിൽ ആളുകളെ കൊന്നുകളഞ്ഞതിനെക്കുറിച്ച് നമുക്ക് നല്ല അഭിപ്രായമൊന്നുമില്ല. എവിടെ മനുഷ്യൻ ഇങ്ങനെ ഹിംസിക്കപ്പെടുന്നുവോ, എവിടെ മനുഷ്യൻ്റെ പുറത്ത് ചങ്ങല വീഴുന്നുവോ, എവിടെ അവൻ അടിയേൽക്കുന്നുവോ, എവിടെ അവൻ പട്ടിണി കിടന്ന് മരിക്കുന്നുവോ, എവിടെ അവൻ തണുത്തുറഞ്ഞ് മരിക്കുന്നുവോ, എവിടെ അവൻ കിടപ്പാടമില്ലാത്തവനായി പോകുന്നുവോ, അവിടെയെല്ലാം ഒരേപോലെ ഏതൊരുവനോ എന്ന് നോക്കാതെ നാം ദുഃഖിതരാകേണ്ടതുണ്ട്. കാരണം കാലഘട്ടം നേരിടുന്നൊരു വലിയ പ്രശ്നമാണ് ഹിംസാത്മകത. അത് മതസംബന്ധമായ പേരിലാണെങ്കിലും അല്ലെങ്കിലും ലോകത്തരങ്ങേറുന്നതിനോട് നമുക്കൊരു തരത്തിലും യോജിക്കാനാവില്ല. എന്നാൽ അതേസമയം ഓർക്കേണ്ടതുണ്ട്, ക്രൈസ്തവൻ എന്ന നിലയ്ക്കാണ് പീഡിപ്പിക്കപ്പെടുന്നതെങ്കിൽ ആത്മാവിൽ നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട്, ആനന്ദിച്ച് ആഹ്ലാദിക്കേണ്ടതുണ്ട് നാം. കാരണം
ദൈവസന്നിധിയിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെടുന്നു. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണെന്നൊരു ബോധം നിലനിർത്തി നിരന്തരമായി ദൈവത്തിൻ്റെ മക്കളാണെന്നും അത് മറ്റുള്ളവർക്ക് വേണ്ടി ഭൂമിയിൽ വന്നവരാണെന്നുള്ള വിചാരത്തോടെ ജീവിതം വ്യയം ചെയ്യാൻ നമുക്ക് കഴിയണമെന്നാണ് വചനമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുക. വിശുദ്ധി അങ്ങനെയാണ് നമുക്ക് പ്രാപിക്കാൻ പറ്റുക. വെളിപാടിൻ്റെ പുസ്തകത്തിൽ ശ്ലീഹ ദർശനം കാണുന്നുണ്ട്. എണ്ണിത്തിട്ടപ്പെടാത്താനാവാത്തത്രയും ആളുകൾ ദൈവസന്നിധിയിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പാടുകയാണ്. ആരാണവർ? ഭ്രഷ്ടന്മാരിലൊരുവൻ യോഹന്നാനോട് ചോദിക്കുന്നുണ്ട്, ആരാണിവർ? ഉത്തരം അങ്ങേക്കറിയാമല്ലോ. കൃത്യമായിട്ട് ഉത്തരം പറയുന്നുണ്ട്. ഇവരാണ് കഷ്ടതയിൽ നിന്ന് വന്നവർ, ക്ലേശങ്ങളിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ സ്വന്തം വസ്ത്രം കഴുകി വെളുപ്പിച്ചവർ. അങ്ങനെയാണ് വെണ്മയുണ്ടാകുക. കഷ്ടതയിലൂടെ, ക്ലേശങ്ങളിലൂടെയാണ് ഈ വെണ്മയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അതുകൊണ്ട് ജീവിത സഹനങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല, ജീവിത യാഥാർത്ഥ്യങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല, കർത്താവിൻ്റെ നാമത്തിൽ ഈ ജീവിത യാഥാർത്ഥ്യങ്ങളെ, ജീവിത ക്ലേശങ്ങളെ അതിജീവിച്ചുകൊണ്ട് വേണം വിശുദ്ധിയിലേക്ക് പോകാൻ. ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കഴുകാൻ നമുക്ക് കഴിയുമെന്നാണ് വചനമെന്ന് ഓർമ്മപ്പെടുത്തുക. ഇങ്ങനെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നതിനെക്കുറിച്ച് സങ്കീർത്തകൻ പറയുന്നുണ്ട്. മരണത്തിന് നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിലും ഞാൻ ഭയപ്പെടുകയില്ല. അപ്പുറത്ത് ഒരു വിശ്രാന്തിയുടെ സ്ഥലമുണ്ട്, അല്ലെങ്കിൽ താഴ്വരയുണ്ട് എന്ന ബോധ്യത്തിലാണ് ദാവീദ് ഇത് പറയുന്നത്. ദാവീദ് അതിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യമാണ്. ജോർദാൻ്റെ പ്രദേശത്ത് 45 ഡിഗ്രിയുള്ള താഴ്വര. ആ താഴ്വരയുടെ പേരാണ് മരണത്തിന് നിഴൽ വീണ താഴ്വര. അതിനപ്പുറത്ത് സമൃദ്ധമായ പുൽമേടുണ്ട്. അവിടേക്ക് ആടുകളെ കൊണ്ടുപോകുന്ന കാര്യമാണ് ദാവീദ് പറയുക. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഇങ്ങനെ സഹനങ്ങളുടെ വഴിയെ കടന്നു പോകുന്നത് നിത്യശാന്തിയിലേക്കാണ്, യഥാർത്ഥ സ്നേഹാനുഭവത്തിലേക്കാണ്. അവിടെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട് എന്നൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ടതുണ്ട്. അപ്രകാരം ഉറപ്പിച്ച ആളുകളാണ് വിശുദ്ധാത്മാക്കൾ. അതുകൊണ്ട് യോഹന്നാൻ ശ്രീ നമ്മോട് ചോദിക്കുകയാണ്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവിടെ നമ്മോട് കാണിച്ചത്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു, ദൈവത്തെ പരിശുദ്ധിയിലേക്ക് വിളിക്കപ്പെടുന്നു. അങ്ങനെ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ വിളിക്കപ്പെട്ട നാം ഓരോരുത്തരും വിശുദ്ധരാണ് എന്നൊരു ബോധ്യത്തോടെ നമ്മുടെ ജീവിതം നയിക്കേണ്ടതുണ്ട്. അങ്ങനെ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നയാൾ നമ്മെ തന്നെ പരിശുദ്ധനാക്കി മാറ്റുമെന്നാണ് ശ്ലീഹ നമ്മോട് പറയുക. നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായിത്തീരും ഭാവിയിൽ എന്നതിനെക്കുറിച്ച് നിശ്ചയമില്ല. എന്നാൽ നിശ്ചയമായും ക്രിസ്തുവിലായിത്തീരും. അങ്ങനെ ദൈവത്തിൻ്റെ സൗഭാഗ്യത്തിലേക്ക്, സ്നേഹത്തിലേക്ക് നാം ചേർക്കപ്പെടുമെന്ന് പ്രത്യാശിക്കുന്ന ക്രിസ്തുവിൽ, അങ്ങനെ ഒരു പ്രത്യാശയിൽ ജീവിക്കാനാണ് തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുക. സ്വർഗത്തിൽ വിജയസഭയിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന വിശുദ്ധാത്മാക്കളെല്ലാം നാം ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ ഓർക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ നാം ഓരോരുത്തരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരും വിശുദ്ധരെന്ന് വിളിക്കപ്പെടുന്നവരുമാണെന്ന ബോധ്യത്തോടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതുണ്ട്. അപ്രകാരമായിത്തീരാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്നും വിശുദ്ധിയുടെ മാർഗത്തിൽ ഞങ്ങളെ നയിക്കണമേ എന്നും ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.